തിരുവനന്തപുരം എങ്ങനെ ബി ജെ പി പിടിച്ചു അഥവാ ബി ജെ പി എങ്ങനെ തിരുവനന്തപുരം പിടിച്ചു എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഈ വിജയത്തെക്കുറിച്ചല്ല, അതിൻ്റെ താത്വികമായിട്ടുള്ള ഒരു അവലോകനമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായിരുന്നു. ഇപ്പോഴും രാജഭക്തന്മാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ അവിടെ ഉണ്ട്. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ കാലത്തും അവിടെ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷവും അവിടെ ഉണ്ടായിരുന്നു. ഈ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം പ്രത്യേകിച്ചും പട്ടനാടുള്ള സാർ കോൺഗ്രസിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് PSP ആയി കഴിഞ്ഞപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ സാറിൻ്റെ കൂടെ PSP കാരായിട്ട് മാറി. PSPക്ക് ജെനുവിനായിട്ട് വോട്ട് ബേസ് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. 1957 തെരഞ്ഞെടുപ്പിലും 54 തെരഞ്ഞെടുപ്പിലും 60 തെരഞ്ഞെടുപ്പിലും ഒക്കെ തിരുവനന്തപുരത്ത് PSPക്ക് വലിയ മുന്നേറ്റോടായി കഴിഞ്ഞു. അത് PSPയുടെ വോട്ടായിരുന്നില്ല, സത്യം പറഞ്ഞാൽ പട്ടനാടുള്ള സാറിനോട് ജനങ്ങളുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു സ്നേഹപ്രകടനം, നന്ദി പ്രകടനമായിരുന്നു. 62 പട്ടനാടുള്ള കേരള മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പഞ്ചാബിലേക്ക് പോയതിനു ശേഷം PSP എന്ന് പറഞ്ഞ പ്രസ്ഥാനം താരതമ്യം ദുർബലമായി ഇല്ലാതായി എന്നതിന് പറയാം. പിന്നീട് നമ്മൾ കാണുന്നത് 75 നായർ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ NDP രൂപീകരിച്ചതിന് ശേഷം NDPക്ക് പ്രാമുഖ്യമുള്ളൊരു സ്ഥലമായിട്ട് തിരുവനന്തപുരം മാറി. അപ്പോൾ പഴയ PSPയുടെ നായർ വോട്ട് ബാങ്ക് NDPയുടെ വോട്ട് ബാങ്കായിട്ട് മാറി. അവർ കോൺഗ്രസുമായിട്ട് സഖ്യത്തിലായിരുന്നു. അതുകൊണ്ട് കോൺഗ്രസ് അവിടെ ശക്തിപ്പെടുന്നതാണ് നമ്മൾ കാണുന്നത്. 1980 മുതൽ 80-ലെയും 82-ലെയും 87-ലെയൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രതിഭാസം കാണുന്നുണ്ട്. അതിനുശേഷം അവിടെ കാണുന്ന ഒരു പ്രധാന മാറ്റം എന്ന് പറഞ്ഞാൽ BJPയുടെ കടന്നുവരവാണ്. BJP തിരുവനന്തപുരം ജില്ലയിൽ വളരെ വളരെ ദുർബലമായിരുന്നു, തീരെ ഇല്ല എന്ന് തന്നെ പറയും. ജനസംഘത്തിന്റെ കാലത്തൊക്കെ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ദൂരം നടക്കേണ്ട വന്ന കഥ നമ്മുടെ K. രാമൻപിള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ കിട്ടാൻ വേണ്ടി ഒരുപാട് ദൂരം നടക്കേണ്ടി വന്നു. കാരണം നടന്ന് കാലിലെ ചെരുപ്പ് തേഞ്ഞു എന്നല്ലാണ്ട് സ്ഥാനാർത്ഥിയെ കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയും. അതായിരുന്നു തിരുവനന്തപുരത്തെ അവസ്ഥ. പക്ഷേ ഈ NDP ദുർബലമായതിനു ശേഷം ഈ രാജഭക്തന്മാരായിരുന്ന ആളുകൾ അല്ലെങ്കിൽ സമുദായ സ്നേഹികളായിട്ടുള്ള ആളുകൾ, സുരേഷ് ഗോപിയുടെ ഭാഷ പറഞ്ഞ ചെവിയിൽ കൂടെയുള്ള നായന്മാർ, നല്ലൊരു ഭാഗം BJPക്കാരായിട്ട് മാറി. അതിനൊരു സാഹചര്യം ഉണ്ടായി, ഒരു വഴിമരുന്നിട്ടൊരു സംഭവം ഉണ്ടായത്. K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 1982 അവസാനം 82 ഡിസംബറിൽ തിരുവനന്തപുരത്ത് ചാലയിലുണ്ടായ സാമുദായിക കലാപവും അതിനെ തുടർന്നുണ്ടായ അനിഷ്ട സംഭവങ്ങൾ, അത് അതിശക്തമായൊരു മുസ്ലിം വിരുദ്ധ വികാരം തിരുവനന്തപുരം ജില്ലയിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിലുണ്ട്. അതിനുശേഷം 84-ൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് BJPയുടെ പിന്തുണയോടെ മത്സരിച്ച കേരളവർമ്മ രാജ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 1,10,000 വോട്ട് പിടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. തിരുവനന്തപുരം ഈസ്റ്റ്, തിരുവനന്തപുരം നോർത്ത്, തിരുവനന്തപുരം സെൻട്രൽ, ഈ 3 മണ്ഡലം, തിരുവനന്തപുരം വെസ്റ്റ്, ഈ 3 സ്ഥലത്തും രാജയ്ക്ക് വലിയ തോതിൽ വോട്ട് കിട്ടി. അവിടെ 2 വികാരമാണ്. ഒന്ന്, ഈ ചാല കമ്പോളത്തിലുണ്ടായ കലാപത്തോടുണ്ടായ ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് നായർ സമുദായ അംഗങ്ങളുടെ, സവർണ ഹിന്ദുക്കളുടെ ഒരു പ്രതികരണം. അതോടൊപ്പം തന്നെ രാജ കുടുംബാംഗമായ കേരളവർമ്മയോടുള്ള ഒരു ആദരവ്. ഇത് രണ്ടും ഒരുമിച്ച് പ്രതിഫലിച്ചു. അന്ന് അത് കോൺഗ്രസിനാണ് കൂടുതൽ ദോഷം ചെയ്തത്. അല്ല, കോൺഗ്രസിനല്ല, LDFനാണ് ദോഷം ചെയ്തത്. നീലലോഹിതദാസ് നാടനെ തോറ്റു, ചാൾസ് വിജയിച്ചു. 87-ലെ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഹിന്ദു മുന്നണി BJP സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. തിരുവനന്തപുരം ഈസ്റ്റിൽ ഇവരുടെ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തെത്തി. കുമ്മനം രാജശേഖരനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നീട് തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും BJP മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു. പക്ഷെ ഭരണം പിടിക്കുന്നതിൻ്റെ പരിസരത്ത് പോലും അവർക്ക് എത്താൻ പറ്റിയില്ല. CPMനും കോൺഗ്രസിനും പിന്നിൽ 3ാം സ്ഥാനത്തായിരുന്നു BJP നിലകൊണ്ടത്. തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഒക്കെ BJP ഒരു സാന്നിധ്യമായിരുന്നു. പക്ഷെ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2004-ലെ തെരഞ്ഞെടുപ്പിൽ O. രാജഗോപാൽ തിരുവനന്തപുരത്ത് വന്ന് വലിയ മത്സരം കഴിച്ചു. അത് ജയിക്കും എന്നൊരു ട്രെൻഡ് വരെ ഉണ്ടായി. പക്ഷേ LDF സ്ഥാനാർത്ഥി PK വാസുദേവനാണ് ജയിച്ചത്. പക്ഷേ രാജഗോപാലിൻ്റെ സാന്നിധ്യം വളരെ നിർണായകമായി. അടുത്ത തെരഞ്ഞെടുപ്പിലും ഇതൊക്കെ തന്നെ ആവർത്തിച്ചു. രാജഗോപാൽ വീണ്ടും ജയത്തിൻ്റെ പരിസരത്തെത്തി, പക്ഷേ ജയിക്കാൻ പറ്റില്ല. പിന്നീട് ശശി തരൂർ വന്നു. തരൂർ അവിടെ നഗരം കീഴടക്കി കോൺഗ്രസിൻ്റെ സ്ഥലമായിട്ട് മാറി. LDF വലിയ ശക്തിയായിട്ട് ഉയർന്നു വന്നു. നിയമമണ്ഡലത്തിൽ നിന്ന് രാജഗോപാൽ ജയത്തിൻ്റെ അടുത്ത് വരെ എത്തി, വീണ്ടും നഷ്ടപ്പെട്ടു. ഒടുവിൽ 2016-ലാണ് ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് താമര വിരിയുന്നത്. O. രാജഗോപാൽ നേമത്ത് നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുമ്മനം രാജശേഖരൻ മത്സരിച്ചു, പക്ഷെ പരാജയപ്പെട്ടു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും കുമ്മനം മത്സരിച്ചു, വിജയിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ വന്നു.
വലിയ മാറ്റത്തിൻ്റെ സൂചന നൽകിയെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ അദ്ദേഹം പരാജയം. ഇത്തവണ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം വളരെ ശക്തമായ പ്രചരണം അവിടെ നടത്തി, പ്രവർത്തനം നടത്തി, പരമാവധി സ്ഥാനാർത്ഥികളെ, കൊള്ളാവുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥികളാക്കി നിർത്തി. ഈ ശ്രീലേഖയെ പോലെയുള്ള അല്ലെങ്കിൽ പത്മിനി തോമസിനെ പോലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു. തിരുവനന്തപുരത്ത് നഗര മണ്ഡലമാണ്, വിദ്യാസമ്പന്നരായ ഇടത്തരക്കാരുള്ള സ്ഥലമാണ്, മോഡി ഭക്തന്മാരുള്ള സ്ഥലമാണ്, BJP-ക്ക് താരതമ്യേന ബേസുള്ള സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാത്തിനുപരി LDF-നോടുള്ള ഒരു വലിയ വിപ്രതിപത്തി, ഒന്ന് തിരുവനന്തപുരം കേന്ദ്രമായിട്ട് കേരളം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയനോടുള്ള ഒരു വിപരീത വികാരം, അതിനേക്കാൾ കൂടുതലായിട്ട് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് തിരുവനന്തപുരം നഗരസഭ ഭരിച്ച് മുടിച്ച് നശിപ്പിച്ച തിരുവനന്തപുരത്തുകാരാണെന്ന് പറയാൻ നാണമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നടത്തിയ നമ്മുടെ മാമാട്ടുകുട്ടിയമ്മയോടുള്ള ഒരു വലിയ പ്രതിഷേധം, ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ നാട്ടുകാർ മുഴുവനും LDF-നെതിരായി. അപ്പോൾ LDF-നെതിരായിട്ടുള്ള വികാരം BJP-ക്കാണ് ഗുണകരമായി ഭവിച്ചത്. അത് ഒരു വലിയ പരിധി വരെ അത് സാധ്യമാക്കിയത് എന്താ വെച്ചാൽ ശബരിനാഥനെ മുൻനിർത്തി കോൺഗ്രസ് മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തി. അപ്പോൾ അന്യഥാ BJP-ക്ക് കിട്ടാതിരുന്ന ഒരുപാട് വോട്ടുകൾ LDF-ൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞത് കോൺഗ്രസിലേക്ക് പോയി. അതും ആത്യന്തികമായിട്ട് BJP-ക്ക് ഗുണം ചെയ്യും. അങ്ങനെയാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ ഇതാ തൊട്ടില്ല എന്ന രീതിയിൽ എത്തിയിരുന്നത്. അപ്പോൾ മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. തിരുവനന്തപുരത്തെ പുള്ളി പാരീസാക്കി കളയും, അല്ലെങ്കിൽ സിംഗപ്പൂരാക്കും, നരേന്ദ്രമോദി നേരിട്ട് വരും, തിരുവനന്തപുരത്തിന് മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിക്കും, 3 ചക്ക മുകളിലൂടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞു. ഇപ്പം എത്ര ചക്ക പുള്ളി വിഴുങ്ങും, എത്ര ചക്ക പുള്ളി അതിൻ്റെ ചകിടി കളഞ്ഞ് കൊല്ല കളഞ്ഞ് കുരു മാറ്റി കഴിക്കും നമുക്കറിയില്ല. ഏതായാലും തിരുവനന്തപുരം നഗരം നന്നാവട്ടെ. അത് സിംഗപ്പൂരോ പാരീസോ അതല്ലെങ്കിൽ ലോസ് ആഞ്ചലസോ എന്തെങ്കിലുമായിട്ട് മാറട്ടെ. അപ്പോഴും തിരുവനന്തപുരത്തിൻ്റെതായ തനിമ നിലനിൽക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു.